ഓരോ വ്യക്തിയുടെയും ജീവിതം രൂപപ്പെടുന്നത് അവർ ജീവിക്കുന്ന സാഹചര്യം അനുസരിച്ചാണ്. ഹായ്, ഞാൻ ഷാജി കുര്യൻ ഫ്രം സോഷ്യോപ്രീനിയർ. എൻ്റെ ജീവിതത്തിലുണ്ടായ ചില ടേണിംഗ് പോയിന്റ്സ് ആണ് എൻ്റെ പാഷനും എൻ്റെ ജീവിതത്തിന്റെ പർപ്പസും തിരിച്ചറിയാൻ എന്നെ സഹായിച്ചത്. ഞാൻ ജനിച്ചത് ഒരു ചെറിയ ഗ്രാമത്തിലാണ്, തൊടുപുഴ അടുത്തുള്ള കലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ. ഞാൻ ജനിക്കുന്ന കാലഘട്ടത്തിലൊന്നും അവിടെ റോഡുകളോ ബസ്സുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ജീപ്പുകൾ മാത്രം ഓടിയിരുന്ന ഒരു കാലഘട്ടം. ഒരു കുടുംബത്തിലെ 6 പെങ്ങന്മാർക്ക് ഉള്ള ഒരേ ഒരു ആൺതരിയായിരുന്നു ഞാൻ. പഠിക്കാൻ അത്ര മിടുക്കനൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്നെ മിഡിൽ സ്കൂളിൽ പഠിപ്പിച്ച 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കുമായിരുന്നില്ല. അപ്പോൾ ഒരു CJ ജോസഫ് എന്ന പേരുള്ള ഒരു സാറ്, മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിരുന്ന ഒരു സാർ, ഒരു ചൂരൽ പ്രയോഗം, ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിലായിരുന്നു ഞാൻ ഇരുന്നത്. ഡെസ്കിന് അടിയിൽ കൂടി എൻ്റെ കാലിനിട്ട് അടിച്ച ഒരു അടിയാണ് പഠിക്കുന്ന കാര്യത്തിലേക്ക് കുറച്ചെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എനിക്ക് സാധിച്ചത്. അന്നു മുതൽ മാത്തമാറ്റിക്സ് ഫിസിക്സിലൊക്കെ കുറച്ച് ശ്രദ്ധ കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അപ്പോഴും ലാംഗ്വേജിൽ ഞാൻ വളരെ മോശമായിരുന്നു. ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് ഇതൊന്നും എനിക്ക് അത്ര എളുപ്പത്തിൽ വഴങ്ങുന്ന ഒരു കാര്യമായിരുന്നില്ല. അതായിരുന്നു ആദ്യത്തെ ടേണിംഗ് പോയിന്റ്. എങ്കിൽ രണ്ടാമത്തെ ടേണിംഗ് പോയിന്റ്, ഞാൻ ഇൻട്രോവേർട്ട് ആയിരുന്ന എന്നെ എൻ്റെ ഡ്രിൽ മാഷ്, DD മാഷ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന ജോൺ സാറാണ് അടുത്ത ഒരു ടേണിംഗ് പോയിന്റ് എനിക്ക് ഉണ്ടാക്കി തന്നത്. ആ കാലഘട്ടത്തിലാണ് കേരള ഗവൺമെന്റ് യൂത്ത് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്പോർട്സിലേക്ക് കുറച്ച് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തി. അന്ന് ആ സ്പോർട്സിൽ ഞാൻ ചാമ്പ്യനായി. അതായിരുന്നു എൻ്റെ ഏറ്റവും ആദ്യത്തെ ടേണിംഗ് പോയിന്റ്. ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നത് അവിടെയാണ്. അന്ന് മുതലാണ് ഞാൻ ഈ ഇൻട്രോവേർട്ട് എന്ന നിലയിൽ നിന്ന് കുറച്ചൊക്കെ പുറത്തേക്ക് ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനും ഒരു കോൺഫിഡൻസ് ഒക്കെ എനിക്ക് തന്നത്. അന്ന് തന്ന കോച്ചിങ് അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിരുന്നു ഞങ്ങൾക്ക് കോച്ചിങ് തന്നെ. എൻ്റെ ആദ്യത്തെ ഹെൽത്തിനെ കുറിച്ചുള്ള അറിവ്, എക്സർസൈസ്, പ്രോപ്പറായിട്ടുള്ള എങ്ങനെ എക്സർസൈസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കി തന്നത് ആ ടീച്ചറായിരുന്നു. ഫിസിക്കൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് അന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ കോളേജിലെത്തി അന്നും ഞാൻ സ്പോർട്സിൽ താല്പര്യമെടുത്തു. പക്ഷേ എന്നേക്കാളും മിടുക്കരായ കുട്ടികൾ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് സ്പോർട്സിലൊന്നും അത്ര ഷൈൻ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ NCCയിലൊക്കെ ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസിലായിരുന്നു എൻ്റെ കോൺസെൻട്രേഷൻ അധികവും. പഠിക്കുന്ന കാര്യത്തിൽ എനിക്ക് അത്ര ശ്രദ്ധിക്കാനോ അത്ര മിടുക്കനോ ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു. അതായിരുന്നു പിന്നെ അടുത്ത എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ലാംഗ്വേജിൽ മോശമായിരുന്ന ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തത് കൊണ്ട് മാത്രം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും ഹിന്ദി സംസാരിക്കാനും ഒക്കെ സാധിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ടേണിംഗ് പോയിന്റ് ആണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പലരും പറയും എൻ്റെ സാഹചര്യം വളരെ മോശമായിരുന്നു. പക്ഷെ നമ്മുടെ സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കും. ഞാൻ ഈ പറഞ്ഞ എൻ്റെ സാഹചര്യമൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നതാണ്. പക്ഷെ എൻ്റെ ആഗ്രഹം അനുസരിച്ച് വന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഓരോ തരത്തിലുള്ള സാഹചര്യം അവനവൻ തന്നെ സൃഷ്ടിക്കേണ്ടതാണ് എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പ്രായമായി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, ചെറുപ്പം മുതലേ എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്നെ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി എന്ന് പറയാൻ വേണ്ടിയാണ്. പക്ഷെ അങ്ങനെ ഓരോരുത്തർക്കും ചെറുപ്പകാലം മുതൽ ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. ചില മോശമായ അനുഭവങ്ങളായിരിക്കും നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതും നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സഹായിക്കുന്നതും. പക്ഷെ അതുപോലെ തന്നെ ചില ആളുകൾ ആ മോശം അവസ്ഥ പിന്നെയും മോശമാകുന്ന അവസ്ഥയിലേക്ക് മാറും. പക്ഷെ ആ മോശമായ അവസ്ഥയിൽ നിന്ന് ബെറ്റർ ആകണം എന്നൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളവർക്ക്, ഒരു ഫയർ ഉള്ളവർക്ക് അത് ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ സാഹചര്യം നമ്മളായിട്ട് ബിൽഡ് ചെയ്യുകയും നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അടുത്ത എൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എൻ്റെ മാരേജാണ്. ഞാൻ കല്യാണം കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ, ഞാനും വൈഫും ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ആണ് എന്നെ അടുത്ത ടേണിംഗ് പോയിന്റിലേക്ക് കൊണ്ടുപോയത്. അതൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സായിരുന്നു. ഞാനന്ന് ഖത്തറിലാണ് ജോലി ചെയ്തിരുന്നത്. ആ ഖത്തറിൽ ജോലി ചെയ്യുന്ന സമയത്ത് കണ്ട ഒരു ചെറിയ പരസ്യം, സിംഗപ്പൂരിൽ നിന്ന് തമിഴ് സംസാരിക്കുന്ന ഒരു വ്യക്തി, പോൾ എലാങ്കോ എന്ന് പറയുന്ന വ്യക്തി വന്ന് കണ്ടക്ട് ചെയ്ത ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അന്ന് ആ കാലഘട്ടത്തിൽ 80s ഒരു 10,000 rupees പെർ ഹെഡ് കൊടുത്ത് ഞാനും എൻ്റെ വൈഫും ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ് അറ്റൻഡ് ചെയ്യാനിടയായി. അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ നല്ല രീതിയിലേക്ക് ടേൺ ചെയ്ത് നമ്മൾക്ക് ബെറ്റർ ആക്കാൻ സാധിക്കുമെന്ന് ഉള്ള ഒരു വലിയ ഉദാഹരണമാണ് നല്ല രീതിയിലുള്ള ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അവിടെയാണ് ഞാൻ എന്താണ് യോഗ എന്ന് അദ്ദേഹം മനസ്സിലാക്കി തന്നു. യോഗ എക്സർസൈസുകളൊന്നും അവർ പഠിപ്പിച്ചിരുന്നില്ല. പക്ഷെ യോഗ കൊണ്ട് ഉണ്ടാകാവുന്ന ഗുണങ്ങളെ കുറിച്ച് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. ആ
ക്ലാസ്സിലാണ് നമ്മുടെ ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നും എങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാം, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും അദ്ദേഹം അന്ന് ക്ലാസ് എടുത്തു. അന്ന് നടന്ന ചില കോഴ്സിൽ നടത്തിയ ചില പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് ചെറിയ രീതിയിൽ നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നതിന്റെ മുമ്പിൽ വന്നു നിന്ന് സംസാരിക്കാൻ പഠിപ്പിച്ചു. പബ്ലിക് സ്പീക്കിംഗ് എക്സ്പീരിയൻസ് എന്നെ കൊണ്ടെത്തിച്ചത് പബ്ലിക് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്നായിരുന്നു ആ കമ്മ്യൂണിറ്റിയുടെ പേര്. അതിപ്പോഴും ഉണ്ട്. ഇപ്പൊ ടെഡക്സ് പോലെയുള്ള പബ്ലിക് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റികളുണ്ട്. അതുപോലെ തന്നെ അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. നമ്മൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കാനും അത് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനും ലോജിക്കായിട്ട് സംസാരിക്കാനും പഠിപ്പിക്കുക. അപ്പം നമ്മൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഒരു പബ്ലിക് സ്പീക്കർ ആവണം എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പബ്ലിക് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾക്ക് സബ്ജക്റ്റ് വേണ്ടി വരും. ആ സബ്ജക്റ്റ് നമ്മൾ തന്നെ സെർച്ച് ചെയ്യും. അങ്ങനെ നമ്മൾ ആ സബ്ജക്റ്റുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ബുക്കുകൾ വായിക്കാൻ ശ്രമിക്കുന്നു. ആ ബുക്കുകൾ വായിക്കുമ്പോൾ എപ്പോഴും അതെല്ലാം നല്ല ബുക്കുകളായിരിക്കും. ഒരു വ്യക്തിയെ പോസിറ്റീവ്ലി എങ്ങനെ ബിൽഡ് ചെയ്യാം, എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള തരത്തിലുള്ള ബുക്കുകൾ എനിക്ക് വായിക്കാൻ സാധിച്ചു. അതിനൊരു 10-36 ബുക്കുകൾ ഞാൻ വായിക്കാനിടയാകുകയും അങ്ങനെ വായിച്ച ബുക്കുകളിൽ നിന്ന് കിട്ടിയ പല ഇൻസൈറ്റ്സും എൻ്റെ ജീവിതത്തിൽ എന്നെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നു. സോ നമ്മൾ എവിടെ ആയിരിക്കുന്നു, ഏത് സൊസൈറ്റിയിലായിരിക്കുന്നു, ഏത് കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നു, അതനുസരിച്ച് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു എന്ന് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്താണ്, നമ്മുടെ സമൂഹം എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത് എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത് നെഗറ്റീവായ കാര്യങ്ങളാണ് മനുഷ്യനെ അട്രാക്റ്റ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് എന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രം ഞാനത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മുടെ ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, എന്തായിരുന്നാലും TV ചാനലുകളായിട്ട് എന്തുകൊണ്ട് അതിനകത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വരുന്നു എന്നുള്ളത് അത് നടത്തുന്ന ആളുകളുടെ ബിസിനസ്സാണ്. ആളുകളെ അട്രാക്റ്റ് ചെയ്ത് അവരുടെ ആ സംവിധാനത്തിലേക്ക് ആളുകളെ എത്തിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അവർ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് അത് അവോയ്ഡ് ചെയ്യുകയാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. സോ നമ്മളെപ്പോഴും നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് നമ്മളെ പോസിറ്റീവ്ലി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ ബെറ്റർ ആകാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആൾ ഞാൻ എങ്ങനെ ബെറ്ററായി എന്നായിരിക്കും നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ഒരാൾ പറയുമ്പോൾ നമ്മളും ആ രീതിയിലാകാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി, നിങ്ങൾ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റി ഏറ്റവും ബെറ്റർ ആക്കുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മാറ്റമായിരിക്കും സൃഷ്ടിക്കുക. ഈ ഒരു മാറ്റം എനിക്ക് സംഭവിച്ചത് ഇപ്പോൾ ഞാൻ സൊസൈറ്റിക്ക് മറ്റുള്ളവർക്കും പങ്കുവയ്ക്കാൻ ഞാൻ തയ്യാറായതുകൊണ്ട് മാത്രം ഞാൻ ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്നു. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് വരാം, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു ഹായ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഞാൻ ബിൽഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്കും സാധിക്കും. സോ താങ്ക് യു. ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.